അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന ഒറ്റ നിയ്യത്തോടു കൂടിയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. അപ്പൊ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവായ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ, ഈ പഠന ക്ലാസ്സിലൂടെ, ഈ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ ഭർത്താക്കന്മാര് ചില സ്വഭാവ ഗുണങ്ങളുള്ളവർക്ക് വീട്ടിൽ ബറക്കത്തില്ലെന്നാണ്. അപ്പൊ ചില ആളുകൾക്ക് ഉസ്താദ് ഭർത്താക്കർക്ക് മാത്രമേ ഭാര്യയെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച് ഒന്നുമില്ലേ എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്ത്രീകളെ പറ്റിയാണ്. 3 കൂട്ടം സ്ത്രീകൾ, അതായത് 3 സ്വഭാവമുള്ള സ്ത്രീകൾ ആ വീടിന്റെ ബറക്കത്താണ്. ഭർത്താക്കന്മാരെ, ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളുടെ ഭാര്യക്കുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഭാര്യയെ ഒരിക്കലും വേദനിപ്പിക്കരുത്, ഭാര്യയെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ആ ഭാര്യക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും മതിയാവൂല. കാരണം അത്രയ്ക്ക് സ്വഭാവം, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത പവർ, അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ചില അനുഗ്രഹമാണ് ഈ 3 സ്വഭാവ ഗുണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ 3 സ്വഭാവ ഗുണം. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഭാര്യയിൽ അതുണ്ട് എങ്കിൽ, നമ്മുടെ ഉമ്മമാരിൽ അതുണ്ട് എങ്കിൽ, നമ്മുടെ പെൺമക്കൾ അതുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവ്വസ്തുതികൾ ഹംദ് പറഞ്ഞോളി. മനസ്സറിഞ്ഞ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഈ 3 സ്വഭാവം നമുക്കില്ല എങ്കിൽ ഇന്ന് മുതൽ ഈ 3 സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാഹു ആദരിച്ച അടിമകളായി ആയിഷ ബീവിയുടെ, ഖദീജ ബീവിയുടെ, നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച അത്ഭുതത്തിന്റെ 3 സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പറയൂ ഉസ്താദേ അങ്ങോട്ട്, എന്റെ ഇക്കാക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കണം, കേൾപ്പിക്കണം. ഇത് ഈ സ്വഭാവ ഗുണങ്ങളുള്ള ഭാര്യമാർ നിസ്സാരക്കാരല്ല എന്ന ഭർത്താക്കന്മാരെ മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ്, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അതിഥികൾ വീട്ടിൽ വന്നാൽ സൽക്കരിക്കാൻ മനസ്സുള്ള, പൂർണ്ണ മനസ്സോടെ സൽക്കരിക്കുന്ന പെണ്ണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ ഭാര്യക്ക് സ്വഭാവം ഉണ്ടോ? അവള് മുത്തഖിയാണ്, മുഖ്ലിസാണ്, ഈമാനുള്ളവളാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. ആ സ്വഭാവമുള്ള പെണ്ണ് വീട്ടിൽ ബറക്കത്താണ്, നിങ്ങളുടെ ജോലിയിൽ ബറക്കത്താണ്, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്താണ്. നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കേണ്ടതല്ല, നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് ചെയ്യുന്നതിനോടൊപ്പം ഈ സ്വഭാവമുള്ള പെണ്ണ് നിങ്ങളുടെ ഭാര്യ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കളുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഉമ്മമാരുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്താണെന്നാണ്. ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുന്നതാണ്, ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമെന്നാണ്. എന്താണ് ഒന്നാമത്തെ സ്വഭാവ ഗുണം? അതിഥികൾ വന്നാൽ സ്വീകരിക്കാൻ മനസ്സുള്ള പെണ്ണ്. നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കാൻ നമുക്കൊരു സ്വഭാവം ഉണ്ട് അല്ലേ? എനിക്കൊരു സ്വഭാവം, നിങ്ങളെ കുറിച്ചല്ലോ, എന്നെ കുറിച്ച്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ജനലിന്റെ കർട്ടൻ ഒന്ന് മാറ്റും. ജനലിന്റെ കർട്ടൻ ഇങ്ങനെ സൈഡിൽ കൂടെ മാറ്റിയിട്ട് നോക്കും ആരാ. അപ്പം കെട്ടിയോന്റെ സഹോദരിയാണ്, നമ്മുടെ നാത്തൂനാണ്. ഓ പണ്ടാരം വന്നേക്കുന്നു മനസ്സുകൊണ്ട്. എന്നിട്ട് പ്ലാസ്റ്റിക് ഒരു ചിരി മുഖത്ത് വരുത്തും. വാതിൽ തുറക്കാൻ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളില് ദേഷ്യവും പുറമെ ഒരു ചിരി, ഒരു നമ്മൾ അഭിനയിച്ചൊരു ചിരിയില്ലേ, ചിരി. ആ വന്നോളിയും കയറി നേരെ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ സംസാരിച്ചാലും ഫോണിൽ തോന്നും, താല്പര്യമില്ലല്ലോ. അവര് സംസാരിക്കാൻ നമ്മളിങ്ങനെ ഫോണിൽ അല്ലേ. നമ്മൾ ആര് വന്നാലും അത് ഭർത്താവിന്റെ കുടുംബക്കാരാകട്ടെ, ഭാര്യയുടെ കുടുംബക്കാരാകട്ടെ, നാം ആരുമായിക്കോട്ടെ, നമ്മുടെ അയൽവാസികളാകട്ടെ, ബന്ധുക്കാരാകട്ടെ, കല്യാണം വിളിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ പെരേറെ കൂടുതൽ വിളിക്കാൻ വന്ന ആര് വീട്ടിലേക്ക് വന്നാലും അതിഥികളാണ്. ആ അതിഥികളെ പരിപാലിക്കുന്ന, അതിഥികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പെണ്ണാണ് നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ ഉറപ്പായും ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ, ആശയത്തിൽ നമുക്ക് മനസ്സിലാകും. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, ഒരു അതിഥി നമ്മൾ ഇളയമ്മയാകാം, വല്യമ്മയാകാം, മൂത്തുമ്മയാകാം, ആരും ആയിക്കോട്ടെ, നമ്മുടെ ഭാര്യ വീട്ടുകാരാകാം, ആരും ആയിക്കോട്ടെ, നമ്മളെ വീട്ടിലേക്ക് ഒന്ന് വന്നാൽ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കണം. എന്താണെന്നറിയോ? അവരോടൊപ്പം 1000 മലക്കുകൾ, 1000 ബറക്കത്തുമായിട്ടാണ് അവർ കടന്നു വരുന്നതാണ്. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ 1000 ബറക്കത്ത് അവരോടൊപ്പം അല്ലാഹു തരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മനസ്സിലാക്കിയൊക്കെ 1000 പ്രതിഫലം, 1000 ബറക്കത്ത്. ഒരു ബറക്കത്തിനാണ് നമ്മൾ ദ്വാരക്കാണ്, എന്നാൽ 1000 ബറക്കത്ത് എല്ലാ കാര്യത്തിലും ബറക്കത്ത് ഉണ്ടാകും. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു, വഗഫറല്ലാഹു ദുനൂബു, അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കും. വീട്ടുകാരന്റെ, പെങ്ങളെ, എന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ പൂർണ്ണ മനസ്സോടെ സലാം പറഞ്ഞ് സ്വീകരിച്ച്, വെള്ളം വേണ്ടത് വെള്ളം, ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട്, പ്രത്യേകം നമ്മൾ മനസ്സ് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉമ്മമാര് സഹോദരൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, നമ്മൾ വാതിലൊക്കെ തുറന്നു, കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിട്ട് വെള്ളം
വെള്ളം എടുക്കട്ടെ? പലപ്പോഴും എനിക്കുണ്ടായിരുന്ന പോട്ടോ, വെള്ളം എടുക്കട്ടെ? അപ്പൊ പറയും വേണ്ട. അല്ല വീണ്ടും ഒന്നുകൂടി, എന്നാലും വെള്ളം എടുക്കട്ടെ? എന്തിനാ ഈ ചോദിക്കണേ? കുടിക്കട്ടെ കുടിക്കാതിരിക്കട്ടെ, കുടിക്കട്ടെ കുടിക്കാതിരിക്കട്ടെ, പച്ച വെള്ളമാണ്, ജ്യൂസ് ഒന്നുമില്ല, വേറെ ടാങ്ക് പൊടിയൊന്നുമില്ല, കലക്കാനൊന്നുമില്ല, ജ്യൂസ് ഒന്നുമില്ല, പച്ച വെള്ളേ ഉള്ളൂ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കൊണ്ടു കൊടുക്കാം, മേശപ്പുറത്ത് വെക്ക്, അല്ലെങ്കിൽ ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് വെക്ക്. അപ്പൊ നമ്മൾ പച്ചവെള്ളം കൊണ്ടുവെക്കാൻ പറയും ചൂടുവെള്ളം മതി കേട്ടോ. അപ്പൊ കുടിക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ടാ. നമ്മൾ എന്തെന്നറിയോ? വേണോ? എടുക്കട്ടെ? എന്തിനാ ഈ ചോദിക്കണേ? ചായ എടുക്കണ? ചായ എടുക്കട്ടെ? അപ്പൊ അവർ പറയില്ല കുടിച്ചു. നമ്മൾ അങ്ങനെ ചോദിക്കണ്ട, നമ്മൾ ഇട്ടുകൊണ്ട് വെക്കുക. അതൊരു സന്തോഷമാണ്. അത് നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്ന മര്യാദ. നമ്മൾ എന്തെന്നറിയോ? വേണോ? എടുക്കട്ടെ? എടുക്കട്ടെ? എന്തിനാ ചോദിക്കാൻ? കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചു, ആ പാപങ്ങളെല്ലാം പൊറുക്കും. അത് മാത്രമല്ല, നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൊടുക്കൽ മാത്രമല്ല, വരുമ്പോൾ ഭക്ഷണത്തിന് നിർബന്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഉസ്താദെ വീട്ടിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ വീട്ടിൽ ഇന്നലത്തെ മീൻകറിയാണ് ചൂടാക്കിയത്. ഈ വന്നവരൊക്കെ മനുഷ്യരല്ലേ? വന്നവരൊക്കെ മനുഷ്യരല്ല. പവറും പത്രാസും ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല. നമ്മൾ കഴിക്കാൻ വിളിക്കുക, നിർബന്ധിക്കുക. അങ്ങനെ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ ഒരു പറ്റിനി, അതായത് ഒരു ഉരുള നമ്മൾ ഭക്ഷണം അവരെ ഉള്ളിലേക്ക് പോയാൽ പൂർണ്ണ ഹജ്ജിന്റെ ഉംറയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിഥിക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു ഉരുളക്ക് വയറ് നിറച്ച് കഴിപ്പിക്കണമെന്നില്ല, മന്തിയോ അൽഫോ ഒന്നും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്നാക്സോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം കൊടുത്തു, ഒരു ഉരുളക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം പരിപൂർണ്ണ ഹജ്ജിന്റെ ഉംറയുടെയും കൂലിയുണ്ട്. മാത്രമല്ല മദീനത്തും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരുപാട് പട്ടണങ്ങൾ, സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഉറപ്പില്ല, പക്ഷെ സ്വർഗത്തിൽ നമുക്ക് പട്ടണം പണിയുമെന്നാണ്. മാത്രമല്ല 60 നബിമാരെ ആദരിച്ച ബഹുമാനിച്ച പദവി നമുക്ക് കിട്ടും. 60 ഒരു നബിമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ 60 നബിമാരെ ആദരിച്ച ബഹുമാനിച്ച കൂലി ഒരു അതിഥിയെ ബഹുമാനിച്ച കിട്ടും. അപ്പൊ ഇത്രമാത്രം സ്വഭാവം ഗുണമുള്ള, ഇത്രയും പ്രതിഫലമുള്ള ഒരു അമൽ ചെയ്യുന്ന പെണ്ണിന്റെ പവർ നമുക്ക് പരിശോധിക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിഥികളെ ആദരിക്കുന്ന, അതിഥികളെ ബഹുമാനിക്കുന്ന പെണ്ണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പെണ്ണിനെ വേദനിപ്പിക്കരുത്. ആ പെണ്ണിന് നമുക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുക, ആ പെണ്ണിന് നമുക്ക് വേണ്ട പരിഗണന കൊടുക്കുക, ആ പെണ്ണിനെ വീണ്ടും നല്ല കാര്യത്തിലേക്ക് അടുപ്പിക്കുക. ആ പെണ്ണിന് ഹിജാബത്തുണ്ട്, നമ്മുടെ വീട്ടിൽ ആ പെണ്ണ് കാരണം ബറക്കത്തുണ്ടാകുമെന്ന് മഹാരഥന്മാർ. രണ്ടാമത്തെ കാര്യം, ദാനധർമ്മം ചെയ്യുന്ന പെണ്ണാണ്. ഭർത്താവ് ഗൾഫിലാണ്, പൈസ അയച്ചു കൊടുക്കും. പൈസ അയച്ചു കൊടുക്കുമ്പോൾ യത്തീംഖാനയിൽ നിന്നാകട്ടെ, അറബി കോളേജുകളിൽ നിന്നാകട്ടെ, മഹലിൽ നിന്നാകട്ടെ, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ മനസ്സറിഞ്ഞു കൊടുക്കുക. പണ്ടാരം വന്നല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാതെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചരിത്രം. വഫാത്താകുന്നതിന് മുമ്പ് നബി തങ്ങൾ പറഞ്ഞ എന്താ? സ്വർഗ്ഗമുണ്ടായിഷ, നരകമോചനമുണ്ടായിഷ എന്നാണ്. കാരണം സമ്പത്തും മുഴുവനും കൊടുത്തവളാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എന്താണ്? മരണപ്പെടുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ അണ്ടം വെച്ച് തുന്നിച്ചേർത്ത തുണികളാണ്. കോടിപതിയായിരുന്നു, കോടീശ്വരിയായിരുന്നു, കച്ചവടക്കാരിയായിരുന്നു. പക്ഷേ എല്ലാം ദീനിന് കൊടുത്തു, എല്ലാം ദീനിന് കൊടുത്തു. എന്തിന്റെ പേരിൽ? സ്വർഗത്തിന് വേണ്ടി. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 1 ലക്ഷം ദിനാർ ഒരാൾ കൊടുത്തു. അതൊക്കെ സ്വതക്ക കൊടുത്തു. അപ്പം നമ്മൾ സ്വതക്ക കൊടുത്താൽ ഇവരോടൊപ്പം സ്വർഗത്തിൽ പോകാം. ഉമ്മ ഒരുപാടൊന്നും കൊടുക്കണ്ട, ഉള്ളത് കൊണ്ട്. ആരും വന്നില്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഒരു പാവപ്പെട്ടവർക്ക് മാസത്തിൽ ഇന്ന് മുതൽ തീരുമാനം എടുക്കണം. നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാനൊന്നും കഴിയില്ല. ഭർത്താവ് പൈസ അയക്കും, ഒരു 500 രൂപ ഒരു പള്ളി കൊടുക്കുക, ഒരു മജ്ലിസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വലാത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കുക. ഇതൊക്കെ സ്വതക്കയുടെ കൂലിയാണ്. അത് നിരന്തരം ചെയ്യുന്ന കാര്യമല്ലേ? അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പൈസ ഒരു 50 100 ഒക്കെ മാറ്റിയിട്ടേക്കുക, ആരെങ്കിലും വരുമ്പോൾ അത് കൊടുക്കുക. അതൊക്കെ സ്വതക്കയുടെ പരിഗണനയിലാണ്. അങ്ങനെ ചെയ്താൽ നബി തങ്ങൾ പറഞ്ഞു തുഫ്തഹുൽ അബ്വാബുൽ ഖൈർ, മുഴുവൻ വാതിലുകളും, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം ഉമ്മ പെങ്ങളെ നിങ്ങളുടെ വാതിൽ അല്ലാഹു തുറക്കും. സഹോദര, നിങ്ങൾ അയക്കുന്ന പൈസയിൽ ബറക്കത്തുണ്ടാവണോ? ഭാര്യയുടെ സ്വഭാവം ഉണ്ടാകാൻ പറ. പെങ്ങളെ ഈ സ്വഭാവം നിനക്കുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെട്ടു, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല പാപങ്ങളും പൊറുപ്പിക്കുമെന്നാണ്. സമയം കുറവും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, വീടും പരിസരവും അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് ഉള്ള വീട്ട് ബറക്കത്താണ്. ആ പെണ്ണാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷം. ആ പെണ്ണിനെ പരിഗണിക്കണമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്, അല്ലെ? അള്ളാഹു അങ്ങനെയാണ്, വൃത്തി ഇഷ്ടപ്പെടുന്നു. ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്, വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ ആ ചെയ്യുന്ന പെണ്ണ് ഈമാനുള്ള പെണ്ണായിരിക്കുമല്ലോ. ഇന്നല്ലാഹ ത്വയ്യിബൻ വയുഹിബ്ബു ത്വയ്യിബ, അള്ളാഹു വൃത്തി ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് വൃത്തിയുള്ളവനാണ്, അള്ളാഹ് വൃത്തി ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വീടിന്റെ ഏറ്റവും നല്ല വൃത്തി മനസ്സിലാക്കണമെങ്കിൽ അടുക്കളയിൽ പോകണം. നമ്മൾ പാലിയാച്ചിന് പോയാലും ഏതെങ്കിലും വീട്ടിൽ പോയി നമ്മൾ ആദ്യം പോകണം അടുക്കളയിലാണ്. ഉമ്മമാര്, ആണുങ്ങൾ അങ്ങനെ പോകാറില്ല, പെണ്ണുങ്ങൾ ആദ്യം അടുക്കളയിലാണ്. ആ പാത്രമൊക്കെ എങ്ങനെയുണ്ട്, ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ടിന്നെങ്ങനെ, കടുകിട്ട് വെച്ചിരിക്കുന്ന ടിന്നെങ്ങനെ, അതെവിടെ ഇരിക്കുന്നു, ഗ്യാസ് അടുപ്പ് എങ്ങനെ, പാത്രങ്ങൾ എങ്ങനെ, ഒറ്റ നോട്ടത്തിൽ അൾട്രാസൗണ്ട് സ്കാനിനേക്കാളും വേഗതയാണ് നമ്മുടെ ഉമ്മമാരുടെ കണ്ണ്, സഹോദരിമാരുടെ കണ്ണ്. ഏതെങ്കിലും വീട്ടിൽ പോയാൽ എവിടെയൊക്കെ എന്തൊക്കെ സാധനം ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഇന്ന് എന്നെ കെട്ടിയവനോട് പറയണം. അപ്പൊ ഒരു വീടിന്റെ വൃത്തി മനസ്സിലാക്കുന്ന അടുക്കളയാണ്. അപ്പൊ അടുക്കള വൃത്തിയായി സൂക്ഷിക്കൽ, ആ അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്ന പെണ്ണ്, വൃത്തിയായി സൂക്ഷിക്കുന്ന പെണ്ണിൽ ഈമാനുണ്ട്, വൃത്തിയുള്ള പെണ്ണാണ്, ആ വീട്ടിന്റെ ബറക്കത്താണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മൂന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ മൂന്ന് സ്വഭാവ ഗുണം ഉണ്ടോ? ഉള്ളവരെന്ന് കമന്റ് ചെയ്ത് ഉസ്താദ് ഈ മൂന്ന് എന്നിലുണ്ട് എന്ന്. കള്ളം പറയരുട്ടാ. 3 സ്വഭാവം ഉള്ളവരെന്ന് കമന്റ് ചെയ്ത് അള്ളാഹു നിലനിർത്ത, അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി പറയണതല്ല, അള്ളാഹ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകാനാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ കമന്റ് ചെയ്യും. അള്ളാഹു ഉള്ളവർക്ക് നിലനിർത്തുവാനും ഇല്ലാത്തവർക്ക് ഈ സ്വഭാവം കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും വീട്ടുകാരിലും ജോലിയിലും ഒക്കെ അള്ളാഹ് ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹ് മാറ്റിത്തരട്ടെ. അള്ളാഹുവിന്റെ റാഹത്തിന്റെ തിരുനോട്ടമുള്ള, കാരുണ്യത്തിന്റെ നോട്ടമുള്ള വീടാക്കി നമ്മുടെ വീടുകൾ അള്ളാഹു പരിഗണിക്കുമാറാകട്ടെ. ഈ 3 സ്വഭാവ ഗുണത്തിലായി ജീവിക്കുവാനും അതിലായി തന്നെ മരിക്കുവാനും തൗബയോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന മനോഹരമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ മജ്ലിസ്. ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര്. നമ്മുടെ തന്നെ ഒരു സംരംഭമാണ്. ഇൻഷാ അള്ളാഹ് അവരുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിലേക്ക് കയറാം. ഈ പറഞ്ഞ ആയിഷ ബീവിയുടെ, ഖദീജ ബീവിയുടെ, നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ഒക്കെ ചരിത്രം പാടിപ്പറിഞ്ഞ മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ്. സീറ പാരായണം, അൽഹംദുലില്ലാ, തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി 10,000 ആമീൻ പിടിക്കുന്ന പ്രാർത്ഥനാ സദസ്സൊക്കെയുള്ള 9 മണിക്ക് തുടങ്ങി 10:30 മണിക്ക് രാത്രി അവസാനിക്കുന്ന മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കും. ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. കമന്റിലൂടെ നിങ്ങളുടെ ദുആവസ്യതകളെ കാണുന്നുണ്ട്. എല്ലാവർക്കും മറുപടി പറയാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് തരാത്തത്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ ദുആയിലുണ്ട്. അള്ളാഹ് സ്വീകരിക്കട്ടെ. ദുആവസ്യത്തോടെ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരെ നിങ്ങളൊക്കെ ദുആരക്കിൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.